അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം കോൺഗ്രസ് തന്നെ അതിൻ്റെ ക്ലിപ്പിംഗ് പുറത്ത് വിട്ട സാഹചര്യത്തിലാണ് CPIM അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. കോൺഗ്രസിനെ പറ്റി ഞങ്ങൾക്ക് നല്ല വിമർശനമുണ്ട്. ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ ഇന്ത്യയിലെ മുഴുവൻ BJP വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഇന്ത്യ കൂട്ടായ്മ രൂപപ്പെട്ടത്. അതിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള, അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടല്ല, അതിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ DMK-യുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ, AAP-യുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിവിശാലമായ BJP വിരുദ്ധ ഐക്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണല്ലോ അന്ന് ഈ ഇന്ത്യ കൂട്ടായ്മയെ കണ്ടത്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് പര്യാപ്തമല്ലാത്ത രീതിയിലുള്ള നിലപാടാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പിണറായിയെ ആലിംഗനം ചെയ്യില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന വിവരം. ഞങ്ങൾക്കിപ്പം പിണറായിയെ ആലിംഗനം ചെയ്യണം, ആരെങ്കിലും ആലിംഗനം ചെയ്യുന്ന നയമാണ് പ്രശ്നം, നിലപാടാണ് പ്രശ്നം. നിലപാടെന്താണ്? ഒരേ ഒരു നിലപാട് മാത്രമേ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ. അതെന്താ? BJP-യുടെ അമിതാധികാര വാഴ്ച, ഒരു ഫാസിസ്റ്റിക് രീതി, RSSൻ്റെ ഈ രാജ്യം ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് മാറാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ, അതാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്, സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനവും മുഴുവൻ അപകടത്തിലാവുമെന്ന പൊതുവായ ധാരണയിൽ നിന്നാണ് എല്ലാവരും ചേർന്നുകൊണ്ട് BJP-യെ പ്രതിരോധിക്കണമെന്ന തീരുമാനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അത് ഗുണകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്, നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച പാരമ്പര്യം നമുക്കറിയാം രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും പിണറായിയെ കെട്ടിപ്പിടിക്കില്ല എന്ന് പറയുന്നത്, പിണറായിയെ കെട്ടിപ്പിടിക്കണം വേണ്ട. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ ശരിയായ നിലപാട് സ്വീകരിക്കണം. ഇവിടെ ED-യും അതുപോലെ തന്നെ CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സംഘപരിവാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് ഇന്ത്യയിൽ ഉടനീളം കടന്നാക്രമണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ആ രീതിയിൽ മുന്നോട്ടേക്ക് വരികയാണ്. അങ്ങനെ മുന്നോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം വന്ന് എന്തേ പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തേ ചോദ്യം ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മാത്രമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ച് അണിനിരത്തി കൊണ്ടുപോകേണ്ടുന്ന ഇന്ത്യ കൂട്ടായ്മയുടെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എന്ന രീതിയിലുള്ള പാർട്ടി എടുക്കേണ്ടുന്ന നിലപാടല്ല എന്ന് അന്നും ഇന്നും ഞങ്ങൾ ശക്തിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് അല്ല, കേരളത്തിലെ CPM-ന് മാത്രമല്ല, ഇന്ത്യക്കാകെ ദോഷമാണ്. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക് BJP-യെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇന്ത്യ കൂട്ടായ്മയെ കണ്ടത്. അത് സ്വാഭാവികമായിട്ടും CPI മാത്രമല്ല, എല്ലാ ജനാധിപത്യ ശക്തികളെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ത്യ ശക്തി അവസാനിപ്പിക്കണമെന്നല്ല, ഇന്ത്യ കൂട്ടായ്മയെ അവസാനിപ്പിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് ഫലപ്രദമായ തിരുത്തൽ വരുത്തണം. അതിന് പകരം ന്യായീകരിച്ച് KC വേണുഗോപാലൻ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ട് യാതൊരു കാര്യമില്ല.